ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ സ്വീറ്റ് ആയിട്ടുള്ള ഹലാവ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹലാവ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നാട്ടിലാണെങ്കിലും നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ ഈ ഹലാവ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ മലയാളം ചാനലിൽ ആദ്യമായിട്ടാണ് ഈ റെസിപ്പി തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1 കപ്പ് പാൽപ്പൊടി, പിന്നെ 1 കപ്പ് വെളുത്ത എള്ളാണ് കേട്ടോ. ഇത് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള എള്ളാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒലിവ് ഓയിൽ വേണം. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ എള്ളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കരിയാതെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ തഹീന പേസ്റ്റ് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും ബോട്ടില്. അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് തന്നെ ചെയ്യുക. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തഹീന പേസ്റ്റിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ എള്ള് വറുക്കുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടിത്തെറിക്കണ ഒരു ഇതുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് അത് നമ്മുടെ എള്ള് ഫ്രൈ ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ എള്ളിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അധികാരം ചെയ്യാത്ത റെസിപ്പി ആണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. തഹീന പേസ്റ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. പാനിൻ്റെ ചൂടുകൊണ്ട് ചിലപ്പോൾ എള്ള് നമ്മൾ അടിഭാഗത്തുള്ള എള്ള് കരിഞ്ഞു പോവും. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഒലിവ് ഓയിൽ ചേർത്തിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ആദ്യം തന്നെ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എള്ള് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടൂല കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ശരിക്കുള്ള അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തഹീന പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള എള്ളും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഞാൻ ചെറിയ ഇതായതുകൊണ്ട് ബൗളായതുകൊണ്ട് ബ്ലെൻഡർ ആയതുകൊണ്ടാണ്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1.5 കപ്പ് ഉണ്ട് കേട്ടോ. 1.5 കപ്പ് തഹീന പേസ്റ്റ് ഉണ്ടത്. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അതിലേക്ക് പൊടിച്ച പഞ്ചസാര, നന്നായിട്ട് തന്നെ പഞ്ചസാര പൊടിക്കണം കേട്ടോ. ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തഹീന പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന തഹീന പേസ്റ്റ് ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കുക്കിംഗ് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മിക്സ് ചെയ്യുക, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുക, അത്ര മാത്രമേ ചെയ്യാണ്ടുള്ളൂ. അപ്പം നമ്മൾ തഹീന പേസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് ഗ്യാസ് ഉപയോഗിക്കേണ്ടി വന്നത്. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആവുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു നമ്മൾ ഉരുട്ടി പിടിക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിൽ അത്രയും മതി. അതുവരെ നമ്മൾ തഹീന പേസ്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിൽ ഞാനൊരു നമ്മുടെ
ഒരു പേപ്പർ റാപ്പിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് റീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചിട്ട് വെച്ചാൽ മതി. അപ്പം ഞാനത് പുറത്തെടുത്ത് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അതിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അമർത്തി വെച്ച് കൊടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നിരത്തിയിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും എല്ലാം ഒന്ന് ശരിക്കൊന്ന് ബൈൻഡ് ഇത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. റാപ്പറിൻ്റെ പീസ് എടുത്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് മൊത്തം ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചാൽ മതി. നമ്മൾ ആവശ്യത്തിന് സ്പൂണിലെടുത്തിട്ടാണല്ലോ അത് യൂസ് ചെയ്യുന്നത്. ഇതിൽ പിസ്ത ചേർക്കാറുണ്ട്. അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഹലാവയുണ്ട്, അതുപോലെ പിസ്ത ചേർത്തിട്ടുള്ള ഹലാവയും രണ്ടും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് പിസ്ത ചേർക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. പിസ്ത ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത ചേർത്തിട്ട് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ പ്ലെയിൻ ഹലാവയാണ് ചെയ്ത് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരിക അല്ലെങ്കിൽ കൊടുത്തയക്കുക, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, ഇപ്പോൾ നാട്ടിലാണെങ്കിലും അവൈലബിൾ ആയിരിക്കും, വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും ഇത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അവർക്ക് റൊട്ടിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ ചീസും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ചീസും ഇതുപോലെ ഹലാവയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ഞാനിത് അടിച്ച് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു 6 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത് കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാനിതൊന്ന് കാണിക്കട്ടോ. നമ്മൾ വീട്ടിൽ ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കണ്ടെയ്നർ തന്നെ അങ്ങനെ വെച്ചാൽ മതി. അപ്പം ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പീസാക്കിയിട്ട് ഒന്ന് കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ എള്ളിൻ്റെ ആ ഒരു വറുത്ത ഒരു ടേസ്റ്റും ശരിക്കും ഹലാവ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മലയാളം ചാനലിൽ ആദ്യമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.